ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെരുന്നാളിനോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ കുട്ടികളുടെ വാർഷികാഘോഷത്തിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കാണാത്തവരെന്തായാലും പോയി കാണണേ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച പ്രദക്ഷിണമുണ്ട്. കുർബാനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് കുഞ്ഞു മക്കളെ എല്ലാവരെയും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഓരോ ക്ലാസ്സിനും ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവർക്കും പിടിച്ചുകൊണ്ട് പോകാനുള്ള ദീപമൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. കളർഫുള്ളായിട്ട് എല്ലാം ഇങ്ങനെ മെഴുകുതിരി ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ? പിന്നെ എല്ലാവരും പ്രദക്ഷിണത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷമായിട്ട് പ്രദക്ഷിണം ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ കുട എടുക്കുന്നവരെല്ലാം കുടയൊക്കെ എടുത്ത് പിന്നെ കുരിശും കാര്യങ്ങളും എല്ലാം എടുത്ത് എല്ലാവരും റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ പ്രദക്ഷിണത്തിന് ശേഷം ആയിരുന്നു വെടിക്കെട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വെടിക്കെട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ആകാശവിസ്മയ കാഴ്ച അങ്ങനെയാണ് ഇപ്പോൾ പറയാറ്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് നിൽക്കുവാണ്. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെടിക്കെട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല രസമുണ്ടായിരുന്നു. പ്രദക്ഷിണമാണെങ്കിലും അടിപൊളി പ്രദക്ഷിണമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളാണെങ്കിലും എല്ലാവരും നല്ലോണം ഒരുങ്ങി ഡ്രസ് കോഡൊക്കെ അനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രഥം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഓരോ രൂപത്തിന് വേണ്ടിയിട്ട് ഓരോ രഥമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ പ്രദക്ഷിണം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളും പ്രദക്ഷിണത്തിൻ്റെ ഒപ്പം പോയതുകൊണ്ട് തന്നെ നമുക്കധികം നല്ല വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളും അവരുടെ കൂടെ നിൽക്കുകയായതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ബാക്ക് അങ്ങനെയല്ലേ കിട്ടുള്ളൂ. മൊത്തത്തിലൊരു പ്രദക്ഷിണത്തിൻ്റെ ലുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പ്രദക്ഷിണം കൂടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രദക്ഷിണം മുഴുവനായിട്ട് കൂടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല. വീഡിയോസ് പിന്നെ സെക്കൻഡറി ആണല്ലോ. അപ്പം നല്ല പ്രദക്ഷിണമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല പ്രാർത്ഥിച്ച് പോയി വരാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രദക്ഷിണമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് അന്നത്തെ പെരുന്നാൾ അതോടെ അവസാനിച്ചു. പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി. ഞായറാഴ്ചയും ചെറിയൊരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. പിന്നെ നേർച്ച ഭക്ഷണം ഉണ്ടായിരുന്നു. ചോറും കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ചോറും ബീഫും മോരുകറിയും തോരനൊക്കെ വരുന്ന ഒരു നേർച്ച ചോറ്. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ നട്ടുച്ച വെയിലത്തെ ക്ഷീണം എല്ലാം മാറാൻ വേണ്ടിയിട്ട് ആ ഒരു ചോറ് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് പറയണ്ട. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നല്ലൊരു പ്രദക്ഷിണം. ഓരോ വർഷവും പ്രദക്ഷിണം നന്നായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തോ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൗൺ ചർച്ച് ഇടവകയിലേക്ക് ചേർന്നിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ മരകാവ് പള്ളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ടൗൺ ചർച്ചിലേക്ക് ചേർന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ വീട് വരുന്നത് ടൗൺ ചർച്ച് ഇടവകേൻ്റെ ഭാഗമായിട്ട് ആ സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ വീട് പണി തീരുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ടൗൺ ചർച്ചിലേക്ക് മാറണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ മാറി ഇപ്പോൾ ടൗൺ ചർച്ചിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി പെരുന്നാളായിരുന്നു. വെടിക്കെട്ടാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടിപൊളി പെരുന്നാളായിരുന്നു. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോസ് എല്ലാം കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ആരും ഒരു കമൻറ്റും ഇടുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇടുക. എങ്ങനെയുണ്ട് വീഡിയോസ്, എങ്ങനെയുണ്ട്, മെച്ചപ്പെടുത്താനുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഉപകാരമുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. അങ്ങനെ അപ്പം വെടിക്കെട്ട് ആകാശവിസ്മയമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പള്ളീൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഫുള്ള് ഇത് പൊട്ടിങ്ങനെ വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫോണിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. പിന്നെ ഫോൺ അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഭംഗിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു.
ഇതായിരുന്നു കേട്ടോ നമ്മുടെ രഥം. രഥത്തിൽ ഇപ്പോൾ രൂപമില്ല, രൂപം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ രഥത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രദക്ഷിണത്തിന് പോയതിന് കൊണ്ട് തന്നെ നമുക്ക് രൂപം വെച്ചുകൊണ്ടുള്ള ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും രഥമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ജനം ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാം പ്രദക്ഷിണത്തിൻ്റെ ഒരു ലുക്ക് ഏകദേശം വരുന്നത് ഇതുപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പ്രദക്ഷിണത്തിന് ശേഷം പള്ളിമുറ്റത്ത് വെച്ചിട്ട് എല്ലാ ചെണ്ടയും എല്ലാവരുടെയും ഒരു 5-10 മിനിറ്റത്തോളം കൊട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൊത്തത്തിൽ ഇതായിരുന്നു കേട്ടോ നമ്മുടെ പ്രദക്ഷിണം. ഭക്തിസാന്ദ്രമായിട്ടുണ്ടായിരുന്നൊരു പ്രദക്ഷിണമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ചെണ്ടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെണ്ട മാത്രമല്ല, ബാക്കിയുള്ളതിൻ്റെ പേര് അറിയത്തില്ലാത്തതുകൊണ്ട് പറയാതെ വിട്ടതാണ്. അപ്പം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം ഒരു പെരുന്നാളിന് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.